ഹലോ ഫുഡീസ്, നമുക്കിന്നൊരു സ്വീറ്റ് റെസിപ്പി നോക്കാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ലഡുവാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പം മധുരം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കടലമാവാണ്. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു ഗ്ലാസ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടിയെടുത്ത ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്ലാസ്സിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് മിച്ചം വന്നിരിക്കുന്നത്. ബാക്കി വെള്ളം മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കളർ വേണ്ടവർക്ക് ഈ സമയത്ത് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞയോ ഓറഞ്ചോ ഏത് വേണേലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കാം. ബൂന്തി തയ്യാറാക്കാനായിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അടിയിൽ ഒരു കത്തിയോ മുനയുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇതിലൂടെ മാവ് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ബൂന്തി തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറി വരണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബൂന്തി തയ്യാറാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള തുളയുള്ള തവി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാണേലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ബൂന്തിയുടെ വലിപ്പം കൂടിപ്പോയെന്ന് കരുതി ഒരു കുഴപ്പമില്ല. നമ്മളിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് വലുതായി പോയെന്ന് കരുതി യാതൊരു കുഴപ്പമില്ല. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ബൂന്തിയുടെ വലിപ്പമൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഈ സമയത്ത് കളർ വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബൂന്തി ഈ പഞ്ചസാരപ്പാനിയിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ പഞ്ചസാരപ്പാനി എല്ലായിടത്തേക്കും ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടിരിക്കും. ഈ സമയത്ത് നമുക്ക് നെയ്യിൽ വേണമെങ്കിൽ അല്പം മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ വറുത്ത് കോരി ഇതിലേക്കിടാം. അപ്പോൾ ഞാനിവിടെ മുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വരും. അപ്പോൾ ഇത് തണുത്തപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ലഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ കൈ ഉപയോഗിച്ചൊന്ന് ഉരുട്ടി നമുക്ക് ചെറിയ ബോൾസ് ആക്കിയെടുത്ത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി.
നെയ്യ് വേണ്ടവർക്ക് ഈ സമയത്ത് അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഉരുളകളാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ലഡുവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ദാ ഞാനിവിടെ ലഡു ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.